നമസ്കാരം. ചില സത്യങ്ങൾ കനലെരിയുന്ന ഓർമ്മകളായി നമ്മുടെ നെഞ്ചിൽ കിടക്കുക തന്നെ ചെയ്യും. കാലം എത്ര കഴിഞ്ഞാലും ആ നീറ്റൽ മാഞ്ഞു പോവില്ല. ഇതൊരു ചോദ്യമാണ്. കാലം ചോദിക്കുന്ന, മനസാക്ഷി ചോദിക്കുന്ന ഒരു ചോദ്യം. മഞ്ഞൻ കണിക പോലെ മാഞ്ഞു പോയ ആ ജീവിതത്തെക്കുറിച്ച് ഒരു പുഴയുടെ നിലവിളി പോലെ ആ ശബ്ദം ഇന്നും നമ്മുടെ കാതുകളിൽ അലയ്ക്കുന്നുണ്ടാകാം. മരണം അതൊരു അന്ത്യമാകാം. പക്ഷെ ചില മരണങ്ങൾ ഒരു ദുരൂഹതയുടെ കറുത്ത മൂടുപടം പേറി ഒരു 100 ചോദ്യചിഹ്നങ്ങളുമായി നമുക്ക് മുന്നിൽ ഉയർന്നു നിൽക്കും. ആ നിശബ്ദമായ യാത്രയ്ക്ക് പിന്നിൽ ഇരുളിൽ മറഞ്ഞിരിക്കുന്ന ചില കൈകളുണ്ടോ? നീതിയുടെ തുലാസുകൾ ഒരു നിമിഷം ചഞ്ചലപ്പെട്ടുവോ? ഇടകീറി പരിശോധിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ കേവലം ഒരു അടഞ്ഞ അധ്യായമായി തള്ളിക്കളയാനാകുമോ? നമ്മുടെ ഉറക്കം കെടുത്തുന്ന ആ നിഴലുകളെ ഇപ്പോൾ ഉയർന്നു വന്ന ചില ചോദ്യങ്ങൾ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. തണുത്തുറഞ്ഞ ആ സത്യത്തിൽ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ ചൂടുണ്ടോ? ഇനിയെങ്കിലും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുമോ? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാലത്തായി കേസ്. 2020 കണ്ണൂർ ജില്ലയിലെ പാലത്തായിൽ ഒരു സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അതേ സ്കൂളിലെ അധ്യാപകൻ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതിയെ തുടർന്നാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഈ കേസിന്റെ ആദ്യഘട്ട അന്വേഷണം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചുമാണ് നടത്തിയിരുന്നത്. എന്നാൽ പ്രതിക്കെതിരെ ദുർബലമായ വകുപ്പുകൾ ചുമത്തി റിപ്പോർട്ട് നൽകിയെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് കേസ് വീണ്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു. ഈ അന്വേഷണ മാറ്റങ്ങളും തുടർന്നുണ്ടായ നടപടികളുമാണ് കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന ശക്തമായ വാദത്തിന് ആധാരം. പാലത്തായി കേസിലേക്ക് വരാം. അന്വേഷണത്തിലെ ദുരൂഹതകൾ, ക്രൈംബ്രാഞ്ച് മുൻ ഉദ്യോഗസ്ഥന്റെ ചോദ്യങ്ങൾ, പാലത്തായി പോക്സോ കേസിന്റെ അന്വേഷണം വലിയ വിവാദങ്ങൾക്കും വലിയ രീതിയിലുള്ള സംശയങ്ങൾക്കും ഇടയാക്കിയ സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് റിട്ടയർഡ് ഡിവൈഎസ്പി ശ്രീ അബ്ദുൾ റഹീം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തലവൻ രത്നകുമാറിനോട് ഉന്നയിച്ച ചോദ്യങ്ങൾ കേസിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന അട്ടിമറിയെക്കുറിച്ചുള്ള ഗൗരവകരമായ വസ്തുതകളാണ് പുറത്തു കൊണ്ടുവരുന്നത്. കേസിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പോലും SIT വരുത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന മാറ്റങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഏതൊരു കേസിലും പരാതിക്കാർ അല്ലെങ്കിൽ അതിജീവിത കാണിച്ചു തരുന്ന സ്ഥലമാണ് സംഭവ സ്ഥലമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ലോക്കൽ പോലീസിനും ആദ്യ ക്രൈംബ്രാഞ്ച് സംഘത്തിനും അതിജീവിത കാണിച്ചു കൊടുത്തത് കൊളുത്തില്ലാത്ത ബാത്റൂം ആയിരുന്നു. എന്നാൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ പുതിയൊരു സംഭവ സ്ഥലം രേഖപ്പെടുത്തിയതിന്റെ കാരണം SIT തലവൻ പൊതുസമൂഹത്തോട് വിശദീകരിക്കേണ്ടതുണ്ട്. ചെരുപ്പിനനുസരിച്ച് കാലുമുറിക്കുന്ന ലാഘവത്തോടെ സംഭവ സ്ഥലം മാറ്റിയ ശേഷം അവിടെ നിന്നും മനുഷ്യരക്തത്തിന്റെ അംശം കണ്ടെത്തിയതിന്റെ ശുഷ്കാന്തിയും ചോദ്യം ചെയ്യപ്പെടുന്നു. 1.5 വർഷത്തിന് ശേഷം ബാത്റൂമിൽ നിന്ന് ലഭിച്ച രക്തം അതിജീവിതയുടേതാണെന്ന് ഏത് ശാസ്ത്രീയ പരിശോധനയിലൂടെയാണ് തെളിയിച്ചത്? സ്ത്രീ ജീവനക്കാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ബാത്റൂമിൽ നിന്ന് രക്തത്തിന്റെ അംശം കണ്ടെത്തുന്നത് വളരെ സ്വാഭാവികമാണ്. എന്നാൽ മനുഷ്യരക്തമാണെന്ന് കണ്ടെത്താൻ ആവശ്യമായ അളവ് പോലും രക്തത്തിന് ഇല്ലേ എന്നാണ് സയന്റിഫിക് എക്സ്പേർട്ട് കോടതിയിൽ അറിയിച്ച പ്രധാനപ്പെട്ട ചോദ്യം. തെളിവിന്റെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കുന്ന ചോദ്യമാണിത്. അതിജീവിതയ്ക്ക് ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ട് എന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ പ്രതി തന്നെയാണ് പീഡിപ്പിച്ചത് എന്ന് ഏത് ശാസ്ത്രീയ രീതിയിലൂടെയാണ് SIT തെളിയിച്ചത് എന്ന ചോദ്യവും ഏറെ പ്രസക്തമാണ്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും നൽകിയ റിപ്പോർട്ടുകളിൽ അതിജീവിതയുടെ മൊഴികൾ പരസ്പര വിരുദ്ധവും വിശ്വാസയോഗ്യമില്ലാത്തവയുമാണെന്ന് അക്കമിട്ട് പറയുന്നുണ്ട്. കുട്ടിയുടെ മൊഴിയിലെ ന്യൂനതകൾ ഒഴിവാക്കി കൃത്യമാക്കാനാണ് വനിതാ IPS ഉദ്യോഗസ്ഥ ഉൾപ്പെടെയുള്ളവർ 9-ലധികം പ്രാവശ്യം മൊഴി രേഖപ്പെടുത്തിയത്. ഇത്രയധികം തവണ മൊഴി മാറ്റി എഴുതിയപ്പോൾ മുൻപ് പറയാത്ത മറ്റൊരു ബാത്റൂം സംഭവ സ്ഥലമായി മാറിയത് എങ്ങനെയാണ്? അധ്യാപകർക്കായുള്ള ബാത്റൂമിൽ വെച്ചാണ് പീഡനം നടന്നത് എങ്കിൽ അതിജീവിതയ്ക്കൊപ്പം പോയ മറ്റൊരു കുട്ടി വിസർജ്യത്തിനായി അവിടെ പോകാറുണ്ടായിരുന്നോ എന്ന സംശയവും വളരെ ന്യായമാണ്. പ്രതി നഗ്ന ഫോട്ടോ എടുത്ത് മാതാവിന് അയച്ചു കൊടുത്തു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാതാവിന്റെയും ക്ലാസ് ടീച്ചറുടെയും ഫോണുകൾ ശാസ്ത്രീയമായി പരിശോധിച്ചപ്പോൾ അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടതും മൊഴിയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന കാര്യം തന്നെ. മൊഴികളിലെ തീയതി വൈരുദ്ധ്യങ്ങളും കേസിൽ വലിയ സംശയമുണ്ടാക്കിയിരുന്നു. 17/3/2020 FI മൊഴിയിൽ 15/1/2020 മുമ്പുള്ള ദിവസമാണ് പീഡിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ 18/3/2020 164 CRPC മൊഴിയിൽ 15/1/20 അത് ലഞ്ച് ബ്രേക്കിന്, 26/1/2 റിപ്പബ്ലിക് ദിനത്തിനും 2/2/2020 ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലുമാണ് പീഡനം നടന്നതെന്ന് പറയുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ അതിജീവിതയുടെ സ്കൂളിൽ ഹാജരുണ്ടായിരുന്നുവെങ്കിലും പ്രതി അന്ന് സ്കൂളിൽ ഉണ്ടായിരുന്നില്ല എന്നത് ക്രൈംബ്രാഞ്ച് തെളിവ് സഹിതം കോടതിയിൽ സമർപ്പിച്ച കാര്യവും SITക്ക് വിസ്മരിക്കാൻ ഇവിടെ സാധിക്കില്ല. LSS ക്ലാസ് നടന്ന തീയതിയിലും അതിജീവിത പറയുന്നത് പോലെ മാതാവിന് ക്ലാസ് ടീച്ചർ ഫോൺ ചെയ്തതിലും
LSS ക്ലാസ്സിലെ ഇരട്ട കുട്ടികളുടെ ഹാജറിലുമെല്ലാം മൊബൈൽ ഫോൺ ഡാറ്റ പരിശോധനയിലും സ്കൂൾ രജിസ്റ്ററിലും വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 350-ലധികം കുട്ടികളും 40ഓളം അധ്യാപകരുമുള്ള ഒരു സ്കൂളിൽ ഉച്ചഭക്ഷണ സമയത്ത് പ്രതി ധോത്തി ഉപയോഗിച്ച് വായ മൂടിക്കെട്ടുകയും ഷാൾ ഉപയോഗിച്ച് കൈകൾ കെട്ടിയ ശേഷം തുണിയില്ലാത്ത ബാത്റൂമിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു എന്ന മൊഴി സാഹചര്യ തെളിവുകളുമായി ഒത്തുപോകാത്ത ഒന്ന് തന്നെയാണ്. 18/1/2020 മെൻസസ് സംബന്ധമായ പ്രശ്നത്തിന് ഡോക്ടറെ കാണിച്ചിട്ടും അന്ന് പീഡന വിവരം പറയാതിരുന്നതും ഏറെ ശ്രദ്ധേയമാണ്. 2/2/2020 പീഡനശേഷം പ്രതി അതിജീവിതയെ ഹോട്ടലിലേക്കും അമ്പലത്തിലേക്കും ഒഴിഞ്ഞ വീട്ടിലേക്കും കൊണ്ടുപോയി മറ്റൊരാൾ പീഡിപ്പിച്ചു എന്ന മൊഴി ബോധപൂർവം ബുള്ളറ്റ് നമ്പറുകൾ വരെ ബന്ധുക്കളെ കൊണ്ട് പറയിച്ചിട്ടും ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ അത് തെറ്റാണെന്ന് തെളിയിച്ചതാണ്. കൂടാതെ കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസിൽ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോൾ മരുന്നുകൾ തന്നിലേക്ക് അപ്ലൈ ചെയ്തു എന്ന അതിജീവിതയുടെ മൊഴി കളവും ഇമാജിനറി ആണെന്ന് മനസ്സിലാക്കണം. അവിടെ എല്ലാ കൗൺസിലുകളും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിലാണ്. ഇത് കുട്ടിയുടെ മൊഴിയിലെ ഇമാജിനറി സ്വഭാവം അടിവരയിട്ട് പറയുന്നുണ്ട്. പോക്സോ കേസുകളിൽ മൊഴി ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന നിഷ്കർഷ SIT പാലിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം അന്വേഷണ ഉദ്യോഗസ്ഥർ അതിജീവിതയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടോ എന്നറിയാൻ ഏറെ നിർണായകമാണ്. പ്രതിക്ക് പൊട്ടൻസി ടെസ്റ്റിൽ പോസിറ്റീവ് റിപ്പോർട്ട് ലഭിച്ചത് അന്വേഷണത്തിൽ ഒരു അത്ഭുതമായി കാണേണ്ടതില്ല. കാരണം പൊട്ടൻസി നെഗറ്റീവായ റിപ്പോർട്ടുകൾ ഇത്തരം കേസുകളിൽ ലഭിക്കാറുണ്ടോ എന്ന മറുചോദ്യം ഈ വാദത്തിന്റെ ബലത്തെ കുറയ്ക്കുന്നുണ്ട്. പ്രതിയുടെ CDR സർട്ടിഫൈഡ് കോപ്പി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം പ്രതിയുടെ സംഭവ സ്ഥലത്തെ സാന്നിധ്യം തെളിയിക്കുന്നതിന് നിർണായകമാണ്. കേസന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചത് കുറ്റാന്വേഷണ രംഗത്തെ പ്രഗത്ഭയായ KV സന്തോഷ് സാർ ആയിരുന്നിട്ടും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വെള്ളം ചേർക്കാൻ സാധ്യതയില്ലെന്ന നിഗമനവും ശ്രീ അബ്ദുൾ റഹീം പങ്കുവെക്കുന്നുണ്ട്. കോടതി വിധികളെ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യാനുള്ള പൗരന്റെ അവകാശം മുൻനിർത്തി താൻ ഉന്നയിച്ച വസ്തുതകളിൽ എന്തെങ്കിലും പാളിച്ചകളോ തെറ്റുകളോ ഉണ്ടോ എങ്കിൽ പൊതുസമൂഹത്തിന് മുൻപിൽ മാപ്പ് പറയാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ ചോദ്യങ്ങൾ കേസിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന അട്ടിമറിയുടെ പൂർണ്ണ ചിത്രം പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ സഹായകരമാണ്. ഇനി നിങ്ങൾ പറയൂ, എന്താണ് ആ കേസിൽ നടന്നിട്ടുണ്ടാവുക? ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ എന്തായാലും ലഭിക്കണം. പക്ഷെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ ലഭിക്കാനും പാടില്ല. അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്താം. നന്ദി.